ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സൈമൺ ആണ്. സൈമൺ നാട്ടിൽ നിന്ന് ലാംഗ്വേജ് വിസയിലാണ് ഇപ്പോൾ ജർമ്മനിയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് സൈമണിൻ്റെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ സൈമൺ എന്തായാലും വെൽക്കം ടു ജർമ്മനി. എങ്ങനെയാ തോന്നുന്നു ഇപ്പോൾ ജർമ്മനിയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ? ജർമ്മനിയിൽ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല, ഇതുവരെ അടിപൊളിയായിട്ട് പോകുന്നു. അങ്ങോട്ടും കുഴപ്പമില്ലാതെ പോകണം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിൻ്ററിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നോർമലി വിൻ്ററിൽ ഇവിടെ സ്റ്റുഡൻസ് എത്തുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു ഡിപ്രഷൻ ഒക്കെ വരുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ സൈമൺ എന്തായാലും നാട്ടിൽ നിന്ന് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടാണ് വന്നത്. എന്തായാലും ഇവിടെ വന്നതിന് ശേഷം എന്ത് തോന്നുന്നു? ഇതുവരെ ഇനി അങ്ങോട്ട് വിൻ്റർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ തോന്നായിരിക്കണം. പിന്നെ കുറേ ഫ്രണ്ട്സിനൊക്കെ കണ്ടുപിടിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സൈമൺ ലാംഗ്വേജ് യൂസ് ചെയ്യലാണ് വന്നത്. നമുക്കറിയാം നാട്ടിൽ നിന്ന് അങ്ങനെ ലാംഗ്വേജ് യൂസ് ചെയ്യൽ നോർമലി സ്റ്റുഡൻസ് ഇവിടെ ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര കുറവാണ്. കാരണം നമുക്ക് ഇങ്ങോട്ട് വരാനും അതിന് കുറച്ച് പരിമിതികൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സൈമൺ ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ കാരണം? ലാംഗ്വേജസ് ചൂസ് ചെയ്യാൻ കാരണം ഇവിടെ വന്നിട്ടാണെങ്കിലും ഹൗസ് ഫുൾ തന്നെ കയറാനാണ് എനിക്ക്. അപ്പോൾ ഇവിടെ വന്നിട്ട് ലാംഗ്വേജ് പഠിക്കുന്ന വേറെ രീതിയിൽ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന പോലെയല്ല. അതെ, ആ ഒരു കൾച്ചർ ചേഞ്ചും ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ് ചൂസ് ചെയ്തത്. അതെ അതെ, നമ്മളിപ്പോൾ ഫുൾ നാട്ടിലൊക്കെ ഈ ഫുൾ മൊഡ്യൂൾ ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാറുണ്ട്. പലർക്കും ആ ഒരു പ്രോപ്പർ സ്പീക്കിംഗ് ഇല്ല, ടു ബി ഹോണസ്റ്റ്. നമുക്കും അറിയാം നാട്ടിലിപ്പോൾ ഈ കോഡൊക്കെ വെച്ചാണ് പലരും പാസ്സാവുന്നത്. പക്ഷേ അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ലാംഗ്വേജ് യൂസേൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ആ ഒരു 1-2 ലെവൽ ഇവിടെ പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഇപ്പോൾ ഒരുപാട് കെയർ ഹോമുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഡയറക്റ്റായിട്ട് ഹൗസ് ബിൽഡിങ്ങിന് കയറാൻ പറ്റും. അപ്പോൾ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമ്മളെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിൻ്റെ കുറച്ചും കൂടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം സൈമണിൻ്റെ അടുത്ത്. അപ്പോൾ എത്ര മാസത്തേക്കുള്ള വിസയാണ് കിട്ടിയത്? 1 ഇയർ വിസ. ഓക്കെ. എനിക്ക് തോന്നുന്നു സൈമണിന് ടോട്ടൽ പ്രോസസ്സ് ഒരു 20 ദിവസം ഇത്ര എടുത്തിട്ടുള്ളൂ. നമ്മളതിൽ ആപ്ലിക്കേഷൻ തന്നു, അഡ്മിഷൻ ലെറ്റർ കിട്ടി, വിസ സ്ലോട്ട് എടുത്ത്, വിസ കിട്ടി വരാൻ വേണ്ടിയിട്ട് 20 ദിവസം മാത്രമേ എടുത്തിട്ടുള്ളൂ സൈമണിന് ടോട്ടലായിട്ട്. പിന്നെ അതുപോലെ തന്നെ ബ്ലോക്ക്ഡ് എമൗണ്ട് ഏകദേശം നമ്മളൊരു 6 മന്ത്സിൻ്റെ ബ്ലോക്ക്ഡ് എമൗണ്ടാണ് കാണിക്കേണ്ടി വരുന്നത്. ഏകദേശം ഒരു 6.5 to 7 ലക്ഷം രൂപ അടുപ്പിച്ചാണ് ബ്ലോക്ക്ഡ് എമൗണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് സൈമണിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ജർമ്മനിയിൽ ലാംഗ്വേജ് യൂസ് ചെയ്ത് വരാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.